ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ ക്രൗൺ പ്രതിദിന പ്രശ്നോത്തരിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ ചോദ്യം, അവസാനത്തെ 4 സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ വാക്യത്തിലും അവസാനത്തെ വാക്യത്തിലും പ്രത്യക്ഷപ്പെടുന്ന വാക്കുകൾ ഏത്? ഉത്തരം, യഹോവയെ സ്തുതിക്കുവിൻ. 147, 148, 149, 150 എന്നീ സങ്കീർത്തനങ്ങളിലെ ആദ്യത്തെ വാക്കുകളും അവസാനത്തെ വാക്കുകളും യഹോവയെ സ്തുതിക്കുവിൻ എന്നതാണ്. അത്യുന്നതനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരാത്ത മനുഷ്യനായിരുന്നു ദാവീദ്. 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. അതിൻ്റെ കാരണം തന്നെ ഒരു ആട്ടിടയൻ്റെ പദവിയിൽ നിന്നും ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തിയ ദൈവത്തെ അവനെ എത്ര പുകഴ്ത്തിയാലും സ്തുതിച്ചാലും മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. യഹോവയെ സ്തുതിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നാം എല്ലാവരും യഹോവയെ സ്തുതിക്കുവാനുള്ള മഹത്തായ മാതൃകയാണ് ദാവീദ് കാണിച്ചു തരുന്നത്. ഇന്നലത്തെ വിജയി ഇന്നത്തെ ചോദ്യം, അപ്പോസ്തലന്മാർ 12 പേരും കൂടി ചേർന്ന് സ്തേഫാനോസിനോടൊപ്പം 6 പുരുഷന്മാരെ തിരഞ്ഞെടുത്തത് എന്തിന്? ചോദ്യം ആവർത്തിക്കുന്നു. അപ്പോസ്തലന്മാർ 12 പേരും കൂടി ചേർന്ന് സ്തേഫാനോസിനോടൊപ്പം 6 പുരുഷന്മാരെ തിരഞ്ഞെടുത്തത് എന്തിന്? ഉത്തരം വേഗത്തിൽ അയയ്ക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക.